ലോകകപ്പ് വേദികളിൽ സമാനതകളില്ലാത്ത ഒരു അത്ഭുത കഥ അത് എഴുതി ചേർക്കാനാണ് കേപ്പ് വെർദെ എന്ന ആഫ്രിക്കൻ ചെറുദ്വീപ് രാജ്യം കളം വിടുന്നത്. സ്വന്തമായിട്ട് ശക്തമായൊരു ആഭ്യന്തര ലീഗ് പോലുമില്ലാത്ത ഒരു രാജ്യം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ തങ്ങളുടെ വേരുകൾ തിരഞ്ഞുപിടിച്ച് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ, അതായത് ലിങ്ക്ഡിൻ വഴി താരങ്ങളെ ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്വപ്ന ടീമിനെ അവർ കെട്ടിപ്പടുത്തത്. പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളെ തനിമയാർന്ന അച്ചടക്കവും അചഞ്ചലമായ കളിശൈലിയും കൊണ്ട് മറികടന്ന കേപ്പ് വെർദെയുടെ നീലസ്രാവുകൾ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ ശരിക്കും ഭയപ്പെടുത്തിയെന്ന് തന്നെ പറയാം. റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിലെ എക്സ്ട്രാ ടൈം വരെ നീണ്ട ചോരയും നീരയും ഒഴുക്കിയ പോരാട്ടത്തിനൊടുവിൽ 2-3 ഗോളുകൾക്ക് അർജന്റീന കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. കളം വിടും മുൻപ് കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം കീഴടക്കാൻ ഈ ആഫ്രിക്കൻ പോരാളികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഈ വിജയം ഒരു വലിയ മുന്നറിയിപ്പായിട്ട് കാണണം. ഈ ഒരു മത്സരത്തിലുടനീളം പ്രകടമായ മധ്യനിരയിലെ പിഴവുകളും പ്രതിരോധത്തിലെ ചില അശ്രദ്ധകളും അർജന്റീനൻ ക്യാമ്പിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവും. മെസ്സിയുടെ വ്യക്തിഗത മികവിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക വെറും റൗണ്ടുകളിൽ അർജന്റീനയ്ക്ക് കഠിനമായിരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് ഈ ഒരു മത്സരം അടിവരയിടുകയാണ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. JK റിവ്യൂവിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കരിയറിൻ്റെ സായാന്തനം, അതായത് കരിയർ അവസാനിക്കാൻ പോവുകയാണ്. ആ ഒരു സായാന്തനത്തിലും അർജന്റീനയുടെ കളി നിയന്ത്രിക്കുന്ന ലയണൽ മെസ്സി എന്ന ലോകോത്തര പ്രതിഭയുടെ സാന്നിധ്യം തന്നെയാണ് വരാനിരിക്കുന്ന നോക്കൗട്ട് പോരാട്ടങ്ങളിലും അർജന്റീനയുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് എടുത്തു പറയേണ്ടത്. ഇനി പ്രീ ക്വാർട്ടറിൽ നീലപ്പടയെ കാത്തിരിക്കുന്നത് ഈജിപ്ഷ്യൻ വെല്ലുവിളികളാണ്. ആദ്യത്തെ 90 മിനിറ്റ് മത്സരത്തിൻ്റെ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും സമനില പാലിച്ചതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുപോയി. ഒടുവിലെ എക്സ്ട്രാ ടൈമിൻ്റെ രണ്ടാം പകുതിയിൽ പൊരുതി കളിച്ച കേപ്പ് വെർദെയെ അധിക സമയത്ത് മറികടന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു. 2-3 ഗോളിനായിരുന്നു അർജന്റീനയുടെ ജയം. ടൂർണമെൻറ്റിലെ ഉടനീളം അട്ടിമറികളിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ടീമാണ് കേപ്പ് വെർദെ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ കണക്കുകളെടുത്ത് നോക്കുമ്പോൾ സ്പെയിനെ ആയാലും ഉറുഗ്വേ ആയാലും സൗദി അറേബ്യ ആയാലും ഇവർ ഒറ്റ കളികളിലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. മെസ്സിയും മാർട്ടിനസുമാണ് ഗോളുകൾ നേടിയത്. ഒരെണ്ണം കേപ്പ് താരം ഡിനിയുടെ സെൽഫ് ഗോളായിരുന്നു. അതുപോലെ തന്നെ ഡെറോയ് ഡാർത്തെ, സിഡ്നി ലോപ്പസ് എന്നിവരുടെ വകയായിരുന്നു കേപ്പ് വെർദെയുടെ ഗോളുകൾ. മത്സരത്തിൻ്റെ 29-ാം മിനിറ്റ് ലയണൽ മെസ്സി നേടിയ ഗോളിലൂടെ അർജന്റീന ലീഡെടുക്കുന്നു. ഇത് താരത്തിൻ്റെ കരിയറിലെ 20ാമത്തെ ലോകകപ്പ് ഗോളായിട്ടാണ് അറിയപ്പെടുന്നത്. ഒന്നാം പകുതി 1-0 അർജന്റീന മുന്നിട്ട് നിന്നുവെങ്കിലും രണ്ടാം പകുതിയിൽ ഡെറോയ് ഡുവാർട്ടയിലൂടെ ഗോളിലൂടെ കേപ്പ് വെർദെ ഒപ്പമെത്തുന്നു. അങ്ങനെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുപോകുന്നു. മത്സരം അധിക സമയത്തേക്ക് നീണ്ടുപോയ കളിയിൽ ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയെ വെട്ടി മുന്നിലെത്തിച്ചെങ്കിലും കേപ്പ് വെർദെയുടെ സിഡ്നി ലോപ്പസ് കാംപ്രൽ ഒരു തകർപ്പൻ ഗോളിലൂടെ വീണ്ടും സമനില പിടിച്ചു. ഇത് ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നായിട്ട് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഇടതുവികിൽ നിന്ന് പന്തുമായിട്ട് വെട്ടിയൊഴിഞ്ഞ് അകത്തേക്ക് കയറിയ കംബ്രാൽ തൊടുത്ത അവിശ്വസനീയമായിട്ടുള്ള ഒരു ഷോട്ട് അർജന്റീനിയൻ പ്രതിരോധത്തെയും ഗോളി എമിലിയാനോ മാർട്ടിനസിനെയും കാഴ്ചക്കാരാക്കി പോസ്റ്റിൻ്റെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. എന്നാൽ കളി എക്സ്ട്രാ ടൈമിൻ്റെ അവസാന പകുതിയിലേക്ക് കടന്നപ്പോൾ ലയണൽ മെസ്സിയുടെ അളന്നു മുറിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രീ കിക്ക് അതിലെ തലവെക്കുന്ന റൊമേരിയോയുടെ ഹെഡിൽ നിന്നും കേപ്പ് വെർദെ താരം ഡിനി ബോർഗസിന്റെ സെൽഫ് ഗോളിൽ കലാശിക്കുകയായിരുന്നു. അങ്ങനെ അർജന്റീന വിജയം ഉറപ്പിക്കുകയും ചെയ്തു. ടൂർണമെന്റിലെ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത കേപ്പ് വെർദെ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ഈ നോക്കൌട്ട് ഘട്ടത്തിൽ എത്തുന്നത് തന്നെ. അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ അവസാനത്തെ നിമിഷത്തെ ചില നിർണായക സേവുകൾ ടീമിന് വലിയൊരു തുണയായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.